അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുത്തൻവീട് തറവാടിൻ്റെ മുറ്റം അതിരാവിലെ തന്നെ ജനനിബിഡമായിരുന്നു. നവാസിൻ്റെ ജയിൽ മോചനത്തിന് ശേഷം ആയിഷമ്മയുടെ മനസ്സിൽ കുറേ നാളായി തങ്ങി നിന്ന ആഗ്രഹമാണ് ഇന്നവിടെ പൂവണിയുന്നത്. നാടൊട്ടുക്കുമുള്ള പാവപ്പെട്ടവർക്കും നാട്ടുകാർക്കും വയറു നിറയെ സദ്യ നൽകുക, കൂടെ പ്രാർത്ഥനയും ഉപദേശങ്ങളുമായി ഫൈസി ഉസ്താദിൻ്റെ ഒരു ചെറു പ്രസംഗവും. പന്തലിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. വേദിയിലേക്ക് തലപ്പാവണിഞ്ഞ് ഫൈസി ഉസ്താദ് കടന്നു വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരു ശാന്തത പരന്നു. എന്നാൽ ആ വീടിനുള്ളിൽ സജ്ജമാക്കിയ ആ സ്ക്രീനിലൂടെ ആ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് ഷമ്മാസിൻ്റെ നിർബന്ധമായിരുന്നു. കാരണം പങ്കെടുക്കാത്തവർക്കും കാണണമല്ലോ. അതിനുവേണ്ടി വരാൻ കഴിയാത്തവർക്കൊക്കെ ആയിട്ട് എല്ലാം മുൻകൈയെടുത്ത് സെറ്റ് ചെയ്ത ലൈവ് സ്ട്രീമിങ്ങും ഉണ്ടായിരുന്നു. എന്നാൽ ഫോൺ ഓണാക്കി നോക്കിയ സൗദ, അത് ക്യാമറയുടെ ലെൻസിലൂടെ കാണുന്ന കാഴ്ചകൾ സൗദിയുടെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. നേരിട്ട് അവിടെ പോകണം, ആ അന്തരീക്ഷം അനുഭവിക്കണം, ഉസ്താദിൻ്റെ വചനങ്ങൾ സ്വന്തം കാതുകൊണ്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം അവളുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടി. എന്നാൽ പുത്തൻവീട് തറവാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കുമെന്ന ഭയം. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്തെന്നറിയില്ല, അവൾ ചെയ്തതും കാട്ടിയതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവൾക്ക് തന്നെ ഒരു ചമ്മൽ തോന്നുകയാണ്. ഒടുവിൽ സൗദ ഒരു തീരുമാനത്തിലെത്തി. ഇരുണ്ട ബ്ലാക്ക് നിറത്തിലുള്ള ആ അബായയും മുഖം ഭാഗികമായി മറക്കുന്ന കറുത്ത ഹിജാബും അവൾ ധരിച്ചു. കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന ആ വേഷത്തിൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹഫ്സമ്മയോട് കാര്യം പറഞ്ഞു. അതെ, നമുക്കും മോളെ, നിന്നെ ഇട്ട് ഞാൻ എങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിന്നത്. എന്തായാലും ഉപ്പ പോയല്ലോ, മക്കളും പോയി. മോളിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. എന്നാൽ സൗദ പറഞ്ഞു, അതുമ്മ, എന്നാൽ ഞമ്മക്ക് പോകാം. അങ്ങനെ അവർ ആരും അറിയാതെ ഒരു ഓട്ടോ വിളിച്ച് അതാ പുത്തൻവീട് തറവാട്ടിലേക്ക് പോയി. അതെ, ഒരിക്കൽ പോലും ഞാൻ വന്നത് പറയരുത്. എന്താ മോളെ നിനക്കെന്താ പേടി? അവിടുത്തുകാർ പേടിക്കേണ്ടവരല്ലല്ലോ, എല്ലാം നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അതൊന്നുമല്ല, ഞാൻ ചെയ്ത് കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത, അത് സാരല്ല. അങ്ങനെ അതാ പന്തലിൻ്റെ ഒരു കോണിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ നിൽപ്പുറപ്പിച്ചു. പുത്തൻവീട് തറവാടിന്റെ പന്തലിൽ ആകാംക്ഷയുടെയും ശാന്തതയുടെയും അന്തരീക്ഷം നിറഞ്ഞു നിന്നു. വേദിയിലേക്ക് തലപ്പാവണിഞ്ഞ് ശാന്തമായ മുഖത്തോടെ ഫൈസി ഉസ്താദ് കടന്നു വന്നപ്പോൾ ജനക്കൂട്ടം ഒന്നടങ്കം ആദരവോടെ എഴുന്നേറ്റു. എന്നാൽ അത് കണ്ട ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, അല്ലാ, എൻ്റെ സെമീറയുടെ ഭർത്താവാണല്ലോ റഹ്മാനെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അല്പം അകലെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഹിജാബിന്റെ മറവിൽ നിൽക്കുന്ന സൗദിയുടെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. താൻ വന്നത് ആരെങ്കിലും അറിയുമോ എന്ന ഭയത്തേക്കാൾ ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ആഗ്രഹമായിരുന്നു അവളുടെ മനസ്സിൽ. വേദിയിലെത്തിയ ഉസ്താദ് മൈക്ക് കയ്യിലെടുത്ത് മൈക്രോഫോണിലേക്ക് ശാന്തമായി സംസാരിച്ചു തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് സദസ്സിനെ നോക്കി ഉസ്താദ് തൻ്റെ പ്രസംഗം ആരംഭിച്ചു. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ നാഥ, നീ എനിക്കെൻ്റെ നെഞ്ച് വിശാലമാക്കി തരണേ, എനിക്കെൻ്റെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണമേ. ആ ആയത്തിൻ്റെ ഈണം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നപ്പോൾ കേട്ടുനിന്നവരുടെ മനസ്സുകളിൽ വലിയൊരു ആശ്വാസം പരന്നു. ഉസ്താദ് സദസ്സിന് നേരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം എപ്പോഴും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധികൾ വരുമ്പോഴും പടച്ച റബ്ബിനെ ഓർക്കണം. ഒരു പക്ഷേ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഓർക്കുക, ക്ഷമ ഈമാൻ്റെ ഭാഗമാണല്ലോ. നമ്മൾ ആ പ്രയാസങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള വലിയ പ്രതിഫലം ഇരട്ടിയായി നൽകും. വേദിയിൽ നവാസിനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആയിഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജയിലിലെ ഇരുട്ടറയിൽ നവാസ് അനുഭവിച്ച വേദനകളും അവൻ തിരികെ വരാൻ ആയിഷമ്മ സഹിച്ച ക്ഷമയും റബ്ബ് കണ്ടിരിക്കുന്നു എന്ന സന്ദേശമായിരുന്നു ആ വാക്കുകളിൽ. പന്തലിൻ്റെ കോണിൽ നിന്നും ഇത് കേട്ട സൗദിയുടെ ഉള്ളിലെ ഭയവും സങ്കടവും അലിഞ്ഞുപോയി. സ്വന്തം ജീവിതത്തിലെ തെറ്റുകളും പുത്തൻ വീടുകാരോട് കാണിച്ച അമർഷവുമെല്ലാം ഉസ്താദിൻ്റെ ക്ഷമയെക്കുറിച്ചുള്ള വചനങ്ങൾ കേട്ടപ്പോൾ
അവളുടെ മനസ്സിൽ നിന്നും പെയ്തൊഴിഞ്ഞു. ഫൈസി ഉസ്താദ് സദസ്സിനെ നോക്കി സാവധാനം പുഞ്ചിരിച്ചു. വേദിയിൽ കുറച്ചുകൂടി മുന്നോട്ടാഞ്ഞിരുന്ന മൈക്കിലൂടെ അല്പം ചേർന്നിരുന്നു. പ്രിയമുള്ളവരെ, ഉസ്താദിൻ്റെ ശബ്ദത്തിൽ വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ദിവസത്തിന്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ? പലരും പറഞ്ഞു, അതെ, പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷമുള്ള ദിവസമായതുകൊണ്ട്. എന്നാൽ മറ്റു ചിലർ വേറെ പലതും പറയുന്നു. സദസ്സിൽ ചെറിയൊരു ചലനമുണ്ടായി. പലരും തമ്മിൽ നോക്കി. കൂട്ടത്തിൽ ചിലർ കൈകളുയർത്തി വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, നവാസ് മോൻ പുറത്തിറങ്ങിയ ദിവസമായതുകൊണ്ടുള്ള സന്തോഷം. ചിലർ പറഞ്ഞു, ആയിഷമ്മയുടെ നേർച്ച ഭക്ഷണത്തിൻ്റെ ദിവസമാണ്. ഉസ്താദ് ശാന്തമായി തലയാട്ടി. അതെല്ലാം ശരിയാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചത്, അല്ലേ പുത്തൻ വീട് തറവാട്ടുകാർ? എന്നാൽ അതിലുപരിയൊക്കെയായിട്ട് നമ്മുടെ ഹിജ്റ വർഷത്തിലെ ഒരു പവിത്രമായ ദിവസമാണിന്ന്. പുണ്യമാക്കപ്പെട്ട സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ആ വാക്കുകൾ കേട്ടതും സദസ്സ് ഒന്നടങ്കം നിശബ്ദമായി. പന്തലിൻ്റെ കോണിൽ നിൽക്കുന്ന സൗദിയും ആകാംക്ഷയോടെ കാതോർത്തു. സദസ്സിൽ നിന്ന് മുതിർന്നൊരാൾ വിളിച്ചു പറഞ്ഞു, അതെ ഉസ്താദെ, സഫറിലെ അവസാന ബുധൻ. ഇതിൻ്റെ മഹത്വവും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് ഉസ്താദ് തന്നെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം. ഉസ്താദ് ബിസ്മി ചൊല്ലി വീണ്ടും പ്രസംഗം തുടങ്ങി. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശമനുസരിച്ച് വലിയ വലിയ മഹാന്മാരും ആരിഫീങ്ങളായ ഔലിയാക്കളും നമ്മെ പഠിപ്പിച്ച വലിയൊരു ദിനമാണിത്. ചരിത്രപരമായും ആത്മീയപരമായും ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസം. നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ തിരുജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കടുത്ത രോഗവും പ്രയാസവും അനുഭവപ്പെട്ടത് സഫർ മാസത്തിലായിരുന്നു എന്നത് നമുക്കറിയാം. എന്നാൽ ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയായപ്പോഴേക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗത്തിന് അല്പം ആശ്വാസം ലഭിക്കുകയും ഉണ്ടായി എന്നുമുണ്ട്. തങ്ങൾക്ക് രോഗശമനം ലഭിച്ചതിൽ സന്തോഷിച്ച് അവിടുന്ന് മദീനയിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും സഹാബത്തുൽ കിറാം സന്തോഷത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു എന്നുമുണ്ട്. സഫറിലെ അവസാനത്തെ ബുധൻ പ്രാർത്ഥനകൾ കൊണ്ടും ഇബാത്തുകൾ കൊണ്ടും ധന്യമാക്കാൻ നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട് മഹാന്മാർ. ചില മഹാന്മാർ, പ്രത്യേകിച്ച് ഷൈഖ് ദീറബി റളിയല്ലാഹു പോലെയുള്ള വലിയ ആരിഫ്യങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. പ്രിയമുള്ളവരെ, വർഷത്തിലിറങ്ങുന്ന ചില ആപത്തുകളും ബലാഉകളും തടുക്കപ്പെടാൻ ഈ ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നത് അത്യുത്തമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി മഹാന്മാർ ചില നിസ്കാരങ്ങളും പ്രാർത്ഥനകളൊക്കെ സുന്നത്തായി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ദിനത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? ഒന്നാമതായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. എല്ലാവരും ആകാംക്ഷയോടെ അത് കേട്ടിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അധികമായി സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ രോഗങ്ങൾക്കും സങ്കടങ്ങൾക്കും ശമനം ലഭിക്കാൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കും സ്വലാത്തുമാണ് ഏറ്റവും വലിയ ഔഷധം. രണ്ടാമതായി തൗബയും ഇസ്തിഗ്ഫാറും. നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. എന്നാൽ മൂന്നാമതായി സ്വതക്കയും അന്നദാനവും, അതായത് ധർമ്മം ചെയ്യൽ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, സ്വതക്ക ആപത്തുകളെ തടയുമെന്ന്. ഈ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ആയിഷമ്മയും കുടുംബവും ചെയ്യുന്നത് പോലെ പാവപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഭക്ഷണം നൽകുക, നിർധരരെ സഹായിക്കുക എന്നത് വലിയൊരു തൗഫീഖ് തന്നെയാണ് ഇവിടുത്തുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. ബലാഉകളെ തടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു അമൽ വേറെയില്ല. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അകന്നു പോകാൻ നമ്മൾ സ്വതക്ക നൽകണമെന്നാണ്. സ്വതക്ക, അതെ, നമ്മുടെ എല്ലാത്തിനും പരിചയമായി നിൽക്കും. നാലാമതായി, സഫർ മാസം ശൂന്യതയുടെയോ നിർഭാഗ്യത്തിൻ്റെയോ മാസമാണെന്ന് അജ്ഞത കൊണ്ട് ചിലർ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഒരു മാസവും നിർഭാഗ്യമുള്ളതല്ല. എല്ലാ ദിനങ്ങളും അള്ളാഹുവിൻ്റേതാണ്. അജ്ഞാതമായ ഭയങ്ങൾക്ക് പിന്നാലെ പോകാതെ അള്ളാഹുവിലെല്ലാം തവക്കലാക്കുക, ഭരമേൽപ്പിക്കുക. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക, പ്രത്യേക ദുആകളിൽ പങ്കാളിയാവുക. എൻ്റെ പ്രിയപ്പെട്ട നവാസിന് ലഭിച്ച ഈ സ്വാതന്ത്ര്യവും ഇന്ന് ഈ തറവാട്ടിൽ ഒത്തുകൂടിയ സന്തോഷവും അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. സഫറിലെ ഈ അവസാന ബുധൻ്റെ ബർക്കത്ത് കൊണ്ട്, അതായത് ഇന്ന്
ഭൂമിയിലേക്ക് ഒരുപാട് അദാബുകൾ ഇറങ്ങുന്ന ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ വീട്ടിലെ വന്യപിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഐഷുമ്മയുടെ ഭർത്താവ്, അതായത് ഷമ്മാസിൻ്റെയും നവാസിൻ്റെയൊക്കെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായൊരു നിമിഷത്തെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവെക്കാം. അതായത് ഷമ്മാസ്, ഞാൻ പള്ളിയിലേക്ക് വന്ന കാലം തൊട്ടേ കാണുന്ന ഒരു സംഭവമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഫൈസി ഉസ്താദ് തൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. സദസ്സ് മുഴുവൻ കണ്ണ് ചിമ്മാതെ ഉസ്താദിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു നിൽക്കുകയാണ്. ഉസ്താദ് ശാന്തമായി തൻ്റെ ശബ്ദം താഴ്ത്തി അനുഭവങ്ങളുടെ വലിയൊരു താൾ തുറക്കുന്നത് പോലെ സംസാരിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ഈ പള്ളിയിലേക്ക് എത്തിയത് മുതൽ, അതായത് വരുന്ന വഴിയിൽ പള്ളിക്കാട്ടിലൂടെ നടന്നു ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. എൻ്റെ മനസ്സിൽ വളരെയധികം വലിയൊരു സന്തോഷവും കുളിർമയും നിറച്ചൊരു ദൃശ്യം. എല്ലാവരും ഒരു നിമിഷം അത്ഭുതത്തോടെ ഉസ്താദിനെ നോക്കി. ഉസ്താദ് എന്താ? അതെ, ഉസ്താദ് ഒരു നിമിഷം നിർത്തി സദസ്സിലേക്ക് കണ്ണോടിച്ചു. അതെ, നമ്മുടെ ഷമ്മാസ്. അവൻ്റെ പിതാവിൻ്റെ, അതായത് പുത്തൻവീട് തറവാട്ടിലെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ഖബറിനരികിൽ നിൽക്കുകയാണ്. ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. അവൻ ആ ഖബറിന് മുകളിൽ വളർന്നു നിന്ന പുല്ലുകളൊക്കെ അത് പറിച്ച് വൃത്തിയാക്കുകയാണ്. അതിനുശേഷം അവിടെ മനോഹരമായ നല്ല സുഗന്ധം പരത്തുന്ന പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലേക്ക് നോക്കിയവൻ പ്രാർത്ഥനയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു അത്ഭുതവും സന്തോഷവും തോന്നി. സത്യത്തിൽ ആ ഖബർ ആരുടേതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഷമ്മാസ് അവിടെ നിൽക്കുന്നതും അവൻ്റെ ആത്മാർത്ഥതയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അത് അവരുടെ കുടുംബത്തിലെ അവരുടെ ഉപ്പയുടെ ഖബറാണെന്ന്. എനിക്ക് എല്ലാം അറിഞ്ഞ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പല കുടുംബങ്ങളിലും മക്കളുണ്ട്. പക്ഷേ ഒരു വെള്ളിയാഴ്ച ദിനത്തിൽ പോലും സ്വന്തം മാതാപിതാക്കളുടെയോ കാരണവന്മാരുടെയോ ഖബറിനരികിലേക്ക് എത്തിപ്പെടാൻ അവർക്കായി ഒരല്പം പോലും ദുആ ചെയ്യാൻ പലർക്കും സമയമില്ല. എല്ലാവരും ബിസിയാണ്, തിരക്കാണ്, അല്ലെങ്കിൽ അതിന് പ്രയാസമാണ്. ദുനിയാവിലെ തിരക്കുകളിൽപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ മറന്നു പോകുന്ന മക്കളുള്ള ഈ കാലത്താണ് ഷമ്മാസിൻ്റെ ഈ ഭംഗിയുള്ള പ്രവൃത്തി ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു പ്രാർത്ഥന വന്നു. അല്ലാഹുവേ, മക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള മക്കളാകണം. മാതാപിതാക്കൾക്ക് നൽകേണ്ടത് ഇങ്ങനെയുള്ള മക്കളെ ആയിരിക്കണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി കാരണവന്മാർ വേണ്ടി മനമൊരുക്കി ദുആ ചെയ്യുന്ന, അവരുടെ ഖബറിടങ്ങളെ ഓർക്കുന്ന സ്വാലിഹായ മക്കളാകുക എന്നത് വലിയൊരു തൗഫീഖാണ്. പുത്തൻവീട് തറവാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയ പിതാവ് എത്രമാത്രം ഭാഗ്യവാനാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തൻ്റെ ഖബറിടത്തിൽ സുഗന്ധമുള്ള പൂക്കളുടെ ചെടികൾ നടാൻ, ഖബറിനരികിൽ വൃത്തിയാക്കാൻ. അതെ, ഇങ്ങനെ മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ? ആ ഖബറിലുള്ള ആളുകൾക്ക് ഉള്ള വലിയൊരു ഹദിയയാണ്, ഒരു സമ്മാനമാണത്. പിന്നെ ഖബറിനരികിൽ ചെടികളെല്ലാം കുത്തിവെച്ച് അത് തളിർത്ത് പൂവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇലകളും തസ്ബീഹ് ചൊല്ലും. അങ്ങനെയൊക്കെയാണല്ലോ. ഷമ്മാസ് എന്ത് ഉദ്ദേശത്തിലാണ് അത് കുത്തിവെച്ചത്? അതിൻ്റെ പ്രതിഫലം ആ ഖബറിലുള്ളവർക്ക് കിട്ടും. ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് സദസ്സിലുണ്ടായിരുന്നവർ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ഷമ്മാസ് ഒരു വശത്ത് വിനയാനിതനായി നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ഭംഗിയായിരുന്നു ഇവിടം. എന്നാൽ ഐഷുമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്ത്. ഉസ്താദ് കൈകൾ ഉയർത്തി പ്രാർത്ഥന തുടർന്നു. എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും ഇതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന, ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സദസ്സ് ഒന്നടങ്കം നെഞ്ചുരുകി ഏറ്റുപറഞ്ഞു, ആമീൻ യാ റബ്ബൽ ആലമീൻ. പന്തലിൻ്റെ ആ ഒരു കോണിൽ ഹിജാബിൻ്റെ മറവിൽ ഇതെല്ലാം കേട്ടു നിന്ന സൗദിയുടെ കണ്ണുകളിൽ നിന്നും വിതുമ്പൽ പുറത്തു വന്നു. മാതാപിതാക്കളോടും കുടുംബത്തോടുമുള്ള കടമ എത്രത്തോളം വലുതാണെന്ന് ആ നിമിഷം അവൾക്ക് തിരിച്ചറിയുകയായിരുന്നു. പുത്തൻ വീടിൻ്റെ മുറ്റത്ത് ഉസ്താദിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം അലയടിച്ചപ്പോൾ അവിടുത്തെ അന്തരീക്ഷമാകെ ആത്മീയതയുടെയും സ്നേഹത്തിൻ്റെയും സുഗന്ധം പരർന്നു.
ഫൈസി ഉസ്താദിൻ്റെ സദസ്സിൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വചനങ്ങളുമായി തൻ്റെ സംസാരം ഉസ്താദ് തുടർന്നു. പന്തലിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടവും ഒളിച്ചു നിൽക്കുന്ന സൗദയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ്. എല്ലാം ഒരുപോലെ ഉസ്താദിൻ്റെ ഓരോ വാക്കുകളും മനസ്സാക്ഷിയോടെ കേട്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കരുതിക്കൂട്ടി ഒരാളെ ഉപദ്രവിക്കരുത്. ഉസ്താദ് ഗൗരവത്തോടെ പറഞ്ഞു. നമുക്കൊരാൾ സഹായം ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതല്ല, ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മുഅ്മിനെയല്ല, ഒരു മനുഷ്യനെയും നമ്മൾ വിഷമിപ്പിക്കരുത്. ചീത്ത പറയുവാനോ ഉപദ്രവിക്കുവാനോ ഉള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ അനാവശ്യമായി ഒരാളെ വേദനിപ്പിച്ചാൽ അള്ളാഹു നമ്മോട് കോപിക്കും. ഉസ്താദ് സദസ്സിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, നമ്മൾ എന്തൊക്കെ കള്ളാത്തരങ്ങൾ കാട്ടിയാലും ആരും കാണാതെ ഒളിച്ചു നിന്നാലും എല്ലാം കാണുന്നവനും അറിയുന്നവനുമായ റബ്ബ് ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും വേണം. നമ്മൾ അറിയാതെ പലതും ചെയ്യുമായിരിക്കും, പക്ഷേ അതെല്ലാം പടച്ച റബ്ബ് കാണുന്നുണ്ട്. ആ ഭയം മനസ്സിലുണ്ടായാൽ നമ്മളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആയിഷമ്മയെ പോലുള്ള ഈ തറവാട്ടുകാർക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പുന്ന തറവാടാണ് പുത്തൻ വീട് തറവാട്. തുടർന്ന് ഉസ്താദ് അത് പ്രത്യേകമായി ദുആ ചെയ്തു. ഉസ്താദ് കൈകൾ പൂർണ്ണമായും ഉയർത്തി സദസ്സിനെ മൊത്തമാക്കി ഉൾപ്പെടുത്തി അവസാന ദുആയിലേക്ക് കടന്നു. അള്ളാഹുവേ, വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അവർക്കെല്ലാം സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. നമ്മുടെ മക്കളെ എല്ലാവരെയും ഉത്തമരായ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. ആയിഷമ്മക്കും ഇവിടെയുള്ള എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും ദീർഘായുസും പൂർണ്ണ ആഫിയത്തും നൽകണേ റഹ്മാനെ. വിതുമ്പുന്ന മനസ്സോടെ ഉസ്താദ് അതാ ദുആ ചെയ്യുന്നു. വിതുമ്പലുകളോടെ സദസ്സ് മുഴുവൻ ഏറ്റുപറഞ്ഞു, ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രസംഗം പൂർത്തിയാക്കി ഉസ്താദ് വേദിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഒരുങ്ങിയ നിമിഷം അതാ ഒരിക്കൽ കൂടെ മൈക്കിലേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പന്തലിലും മുറ്റത്തുമുള്ള ആരും തന്നെ ഭക്ഷണം കഴിക്കാതെ പോകരുത്. പ്രത്യേക ആയിഷമ്മയുടെ നിർദ്ദേശമാണത്. ആയിഷമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് എല്ലാവരും അവരുടെ മനസ്സിൽ ആഗ്രഹമാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്നത്. എല്ലാവരും ശരിക്കും നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടെ ഇരിക്കുക. നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും. പിന്നെ ഭക്ഷണ പന്തൽ ആ ഭാഗത്താണ് സെറ്റാക്കിയിട്ടുള്ളത്. കുറച്ച് ആളുകൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുക. ആ വാക്കുകൾ കേട്ടതോടെ പന്തലിൽ വീണ്ടും സന്തോഷത്തിൻ്റെ ചലനമുണ്ടായി. ആയിഷമ്മയും വീട്ടുകാരും പുഞ്ചിരിയോടുകൂടെ ആളുകളെ സ്വീകരിക്കാൻ തുടങ്ങി. എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് മടങ്ങാൻ തുനിഞ്ഞ സൗദ അതെ പുത്തൻ വീടിൻ്റെ തറവാട്ടിൻ്റെ ആ ഒരു തിണ്ണയിലേക്ക് നോക്കി. അവിടെ നവാസും ഷമ്മാസും ആദരവോടെ ഫൈസി ഉസ്താദിനെ സ്വീകരിക്കുന്നു. താൻ പഠിച്ച പാഠങ്ങളും ഉസ്താദിൻ്റെ ഉപദേശങ്ങളും അവരുടെ മനസ്സിൽ മായാതെ നിന്നു. പെട്ടെന്നാണ് ആയിഷമ്മയുടെ ശ്രദ്ധ ഒരു വശത്തേക്ക് മാറിയതും ആരുടെയും കണ്ണിൽപ്പെടാതെ മടങ്ങാൻ നോക്കിയ സൗദിയുടെ വസ്ത്രത്തുമ്പിൽ ആയിഷമ്മയുടെ കൈകൾ തൊട്ടതും അവൾ തിരിഞ്ഞെടുക്കുമ്പോൾ അതെ ഭക്ഷണം കഴിക്കാതെ പോവല്ലിട്ടോ എന്ന് പറഞ്ഞ് ആയിഷമ്മ അതാ അവളുടെ കൈ പിടിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ആയിഷമ്മക്ക് ആള് മനസ്സിലായി. മോളെ എന്ന് വിളി. പെട്ടെന്ന് മുഖത്തെ ഹിജാബ് മെല്ലെ അവൾ മാറ്റിയപ്പോൾ ഭയന്ന് വിറച്ച സൗദിയെ ആയിഷമ്മ സ്നേഹത്തോടെ, മോളെ നീ എന്താ മോളെ പേടിക്കുന്നത്? സ്നേഹത്തോടെ ആയിഷമ്മ മാറോടണച്ചു. മോളെ, എല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞത് എത്ര സത്യമാണ് മോളെ. നിന്റെ മനസ്സിലെ ഈ നല്ല ആഗ്രഹം പടച്ച റബ്ബ് കണ്ടത് കൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. ഇനി ഒരു ഒളിച്ചോട്ടവുമില്ല. ആയിഷും അവളുടെ കൈ പിടിച്ചു. മോൾ എന്തിനാ ഭയന്ന് പിന്മാറാൻ നിൽക്കുന്നത്? ഉമ്മ, ഞാൻ വന്നത് കണ്ട എല്ലാവരും എന്ത് മോളെ, ഇത് മോളുടെ വീട് തന്നെയല്ലേ, മോൾ എന്ത് ഇങ്ങനെ വിഷമിക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ പോവരുത് കേട്ടോ. മോൾ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ, പക്ഷേ നിർബന്ധിക്കുന്നില്ല. മോളുടെ മനസ്സ് എന്നാണ് ക്ലിയർ ആകുന്നത് അന്ന് ഇവിടെ നിൽക്കാം. പിന്നെ കുഞ്ഞ് സുരക്ഷിതനാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട. ഫൈസി ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ പുത്തൻവീട് തറവാടിൻ്റെ മുറ്റത്ത് വെച്ച് നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും വിഷമങ്ങളും അലിഞ്ഞു പോവുകയാണ്. മാപ്പിൻ്റെയും ക്ഷമയുടെയും പുതിയ വെളിച്ചത്തിൽ സൗദയും വീട്ടുകാർക്കൊപ്പം അതാ ഭക്ഷണപ്പന്തലിലേക്ക്
നടക്കുന്നു. ഉമ്മ സൗദയുടെ കൈ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഉമ്മ, സൗദ കരഞ്ഞു. ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ, ഞാൻ അറിയാതെ എന്തൊക്കെയോ ആയിപ്പോയി ഉമ്മ. എനിക്കറിയില്ലമ്മ, എനിക്ക് സ്വബോധത്തോടെയാണോ അല്ലാതെയാണോ എന്ന് വരെ എനിക്കറിയുന്നില്ല. അത് കുറേ കാര്യങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഉമ്മ. എല്ലാം കാണുന്ന പഠിച്ചോണ്ടല്ലോ, പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സത്യം പറഞ്ഞ സൗദ മാപ്പ് പറയുകയാണ് ആയിഷമ്മയോട്. മോളെ വിഷമിക്കേണ്ട, നീ ഒന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നേ വേണ്ട, വാ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ആയിഷമ്മ അതാ സൗദയുടെ കൈ ചേർത്ത് പിടിച്ച് തികഞ്ഞ വാത്സല്യത്തോടെ പന്തലിലേക്ക് നടന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന പന്തലിലെ ഒരു പ്രധാന കസേരയിൽ തന്നെ ആയിഷമ്മ സൗദിയെ ഇരുത്തി. അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. ഉമ്മ ഇവിടെ ഉണ്ട്, മോള് കഴിക്ക്. മോളെ, മോൾക്ക് എന്താ വേണ്ടത്? പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ നല്ല സുഗന്ധമുള്ള ചിക്കൻ മജ്ബൂസ് ഉണ്ട്, അതിനടുത്ത് നല്ല പുട്ടൻ ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നെന്താ ചിക്കൻ ഫ്രൈ ഉണ്ട്, ഷവായ ഉണ്ട്. ഇനി അതൊന്നും വേണ്ട, നമ്മുടെ നാടൻ മട്ട അരി ചോറ് വേണമെങ്കിൽ അതും ഉണ്ട്, നല്ല ചോറും സാമ്പാറും അതും ഉണ്ട്. മോളെ, മോൾക്ക് ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ പറയും. ആയിഷമ്മ വലിയ സന്തോഷത്തോടു കൂടി ചോദിച്ചു. സൗദിയുടെ മനസ്സിൽ വലിയൊരു വിതുമ്പൽ വന്നു. ഇത്രയും സ്നേഹത്തോടെ എന്നോട് സംസാരിക്കാൻ ഈ ഉമ്മക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ ചെയ്തതും കാട്ടിക്കൂട്ടിയതുമെല്ലാം ഓർക്കുമ്പോൾ. ഉമ്മ, എനിക്കിപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഉമ്മ, മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. സൗദ ശബ്ദമിടറി പറഞ്ഞു. പഠിച്ചോനെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? കഴിഞ്ഞതൊക്കെ മനസ്സൊന്ന് മാറ്റി വെക്ക്. കഴിഞ്ഞൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കാനല്ല ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴേ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. മോൾക്ക് എന്താ വേണ്ടത്? ഇതാ മോളെ, എന്നാ മോൾക്കുന്ന സുർബിയാനി, എന്നാ വെജിറ്റബിളും നല്ല ക്യാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്നത്, അത് നല്ല സാധനം, നല്ല ചിക്കനും കൂടി ഉണ്ടെങ്കിൽ എന്നാ മോൾ കഴിച്ചോ. എന്നാ സ്നേഹത്തോടെ ആയിഷമ്മ അവളുടെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുന്നു. സൗദ ആയിഷമ്മയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ഉമ്മ, മോളെ എന്താ? സൗദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പം കണ്ണീരൊഴുക്കണ സമയമല്ല, ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, എല്ലാവരും കഴിക്കണുണ്ടില്ല, എന്ത് നല്ല മട്ടത്തിലാണ് കഴിക്കണേ. ആയിഷമ്മ വേഗം തന്നെ അവരുടെ പ്ലേറ്റിലേക്ക് വെജിറ്റബിൾ റൈസ് കുറച്ചുകൂടി ഇട്ടുകൊടുത്തു സ്നേഹത്തോടെ. എന്നാൽ അത് ആയിഷമ്മ അവസാനിപ്പിച്ചില്ല. വെറുതെ റൈസ് മാത്രം തിന്നാൻ പറ്റില്ല മോളെ, നല്ല നാടൻ രീതിയിൽ വരട്ടിയ ബീഫിൻ്റെ കഷ്ണങ്ങളുണ്ട്, കണ്ടില്ലേ, മസാല പിടിപ്പിച്ച ചിക്കൻ പീസും നല്ല സാലഡുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ആയിഷമ്മ അവളുടെ പ്ലേറ്റിലേക്ക് നിരത്തിയിട്ട്. മതി ഉമ്മ, വേണ്ട ഉമ്മ. സൗദ പതുക്കെ ആ ഭക്ഷണം കഴിച്ചു തുടങ്ങി. താൻ കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചൊരു കുടുംബമാണ്. എന്നാൽ ഇന്ന് അവർ തനിക്ക് തരുന്ന സ്നേഹത്തിനും പഠിച്ചോനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. മുന്നിൽ സൗദിയുടെ ഉള്ളിലെ അവസാന ശാഠ്യവും മാഞ്ഞുപോയി. പഠിച്ചോനെ, എത്ര നല്ല മനുഷ്യന്മാരാണ്. ഞാനായിട്ടാണല്ലോ ഇവരെത്ര മാത്രം വിഷമിപ്പിച്ചത്. പന്തലിൽ ഉടനീളം സന്തോഷത്തിൻ്റെ അലയടികളായിരുന്നു. നാട്ടുകാരും പാവപ്പെട്ടവരുമെല്ലാം വയറു നിറയെ ആവോളം ഭക്ഷണം കഴിച്ചു. സഫറിലെ ആ അവസാന ബുധനാഴ്ചയിൽ ഫൈസി ഉസ്താദിൻ്റെ പ്രാർത്ഥനയുടെയും പ്രസംഗത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് ആ പുത്തൻവീട് തറവാട്ടിൽ ഒരു വലിയ വിപ്ലവം തന്നെ നടന്നിരിക്കുകയാണ്. ഭക്ഷണപ്പന്തലിൽ തിങ്ങി നിറഞ്ഞവരുടെ വയറും തങ്ങൾക്കിടയിലെ അകൽച്ചയും തെറ്റിദ്ധാരണകളും മാറി ഒന്നു ചേർന്ന സൗദിയുടെയും പുത്തൻ വീട്ടുകാരുടെയും മനസ്സും ഒരുപോലെ നിറഞ്ഞു വിങ്ങി. ഒരു വശത്ത് എന്നാലതാ ആയിഷമ്മ പറഞ്ഞതിനനുസരിച്ച് ഷമ്മാസും നവാസും ഇരിക്കുന്നു. അതെ, അത് മറ്റൊന്നുമല്ലായിരുന്നു. അത് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നവർ പെട്ടെന്ന് അതാ നവാസ് അങ്ങോട്ട് ഉമ്മയെ തേടി വന്നു. ഉമ്മ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ്. അങ്ങനെ അതാ നവാസ് ഉമ്മയെ തേടി ഇരുന്നപ്പോൾ ഉമ്മയുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന സൗദയെയാണ് കണ്ടത്. ഒരു നിമിഷം അവരൊന്ന് ഞെട്ടി. ഇവള് വന്നിട്ടുണ്ടോ? മോനെ, എന്തോ ഉമ്മ കണ്ടോ? അതാണ് പറഞ്ഞത്, പഠിച്ചോൻ വിചാരിച്ചാൽ നമ്മളെ മനസ്സൊക്കെ നന്നാവും. ഇപ്പോൾ കണ്ടോ, ഓളെ മനസ്സ് നന്നായി, ഇവള് ക്ലാസ്സിന് വന്നിക്കാണ്. ഉമ്മ, അവളല്ലെങ്കിൽ നല്ല കുട്ടീനാണല്ലോ. ഒന്നും കൂടെ അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നവാസ് പറഞ്ഞു. അത് ശരിയാ മോനെ, നല്ല കുട്ടി തന്നെയാണ്, പാവം മോളാണ്, ഓള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും അല്ലേ മോളെ? അതെ ഉമ്മ. നവാസ്കയുടെ മുഖത്തേക്ക് ദയനീയമായി അവൾ നോക്കി. പക്ഷെ നവാസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. അതെ, സൗദയെ ആദ്യം കണ്ട ആ ഒരു പഴയ നാണം പിന്നീടുള്ള സൗദിയല്ല, ഇതൊരു പഴയ സൗദിയായി മാറുകയാണെന്ന് നവാസിനും തോന്നി. എന്നാൽ നവാസ് വിളിച്ചത് മറ്റൊന്നിനത്. ഉമ്മ, അത് ഉമ്മ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ച് പോകുന്നവർ പോവരുത് എന്ന്. ആ മോനെ, അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും കുട്ടി കുറച്ചിച്ച പൈസ എടുത്ത് കൊടുത്താണ്,
അല്ലുമ്മ അമ്മാൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്കുക, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ ഐഷുമ്മ അവിടേക്ക് എത്തി. മോളെ ഭക്ഷണം കഴിക്കട്ടോ? ആ ആയിക്കോട്ടെ. അങ്ങനെ അതാ ഐഷുമ്മ തന്നെ അവരുടെ ആ പടിവാതിലിൻ്റെ ആ ഭാഗത്തായിട്ട് നിൽക്കുന്നു. അതായത് ഭക്ഷണം കഴിച്ചു പോകുന്നവർ ഇതുവഴി ഒന്ന് വരണമെന്ന് പ്രത്യേകമായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നവരുടെ കൈകളിൽ ആ ഉമ്മ എല്ലാവർക്കും ഓരോ നോട്ടുകൾ കൈമാറുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങുന്നു. മാഷാ അല്ലാ. എല്ലാവരും ഐഷുമ്മയോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഐഷുമ്മ ഇനിയും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞങ്ങളെ വിളിക്കണം കേട്ടോ. ഐഷുമ്മ സ്നേഹത്തോടെ അവർ അതാ പറയുന്നു. എന്നാൽ പുത്തൻ വീട് തറവാട്ടിൽ ആ വലിയൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിട്ടിയ ക്യാഷുമായി സന്തോഷത്തോടു കൂടി നടന്നു പോവുകയാണ്. എന്നാൽ ഒരു നിമിഷം ഐഷുമ്മ വിചാരിച്ചു, എൻ്റെ റബ്ബേ, എൻ്റെ കുഞ്ഞുവിൻ്റെ നിക്കാഹ് ഈ കൂട്ടത്തിൽ നടന്നാൽ അത് കണ്ട് കഴിഞ്ഞിരുന്നു. ഐഷുമ്മ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് ഫൈസലിനെ കുറിച്ചും ചിന്തിച്ചു. റബ്ബേ, എൻ്റെ കുട്ടി, എൻ്റെ മോൻക്ക് റഹ്മാനെ നല്ല രീതിയിൽ അവിടെ ഓർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കാരണം ഇപ്പോൾ പലതും കേൾക്കുന്നുണ്ടേ. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോല്, നിക്കാഹ് കഴിഞ്ഞോല്, കല്യാണം കഴിഞ്ഞോലൊക്കെ ഡൈവോഴ്സിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ്. ഈ പറഞ്ഞതിലൊരിപ്പോൾ ആരോ പറഞ്ഞു കേട്ടല്ലോ, അപ്പോൾ നല്ല കാണാൻ കുഴപ്പമില്ലാത്തൊരു മനുഷ്യന് നല്ല പൈസ എന്തൊക്കെ ഉള്ളൊരു ഒരു ഒരു ഒരുത്തന് ഓൻ്റെ പെണ്ണുങ്ങൾ ഇപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറെ കൂടെയോ ഒക്കെ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാത്രികാല CCTV ദൃശ്യങ്ങൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതാണ് മക്കളെ ചെയ്തത്. അതിനും വലിയൊരു ക്യാമറ മേലുണ്ടല്ലോ, പഠിച്ചോൻ്റെ ക്യാമറ. അല്ലാ, നമ്മൾ ചിന്തിക്കണേ വരെ അവിടെ അള്ളാഹ്ക്കറിയാം. അതാണ് സംഭവം. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. അല്ലാ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോല് നിക്കാഹ് കഴിഞ്ഞോല് വരെ വേർപെട്ട് പോകേണ്ട അവസ്ഥ അങ്ങനെ കുറേ ഉണ്ട് റഹ്മാനെ ജീവിതത്തിൽ. അല്ലാ റഹ്മാനെ, നീ കാത്തിരക്ഷിക്ക് തമ്പുരാനെ. ഐഷുമ്മയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം. എന്നാൽ ഐഷുമ്മയുടെ മനസ്സിലൊരു ആഗ്രഹം. അതെ, ഇന്ന് ഫസീലും മക്കളും ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അതെ, സൗദയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാലോ എന്നുള്ളത്. പക്ഷേ സൗദിയെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഐഷുമ്മയുടെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അതായത് എൻ്റെ ഷാമോൻ ഉണ്ടാവുമ്പോൾ അന്ന് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ലായിരിക്കും. എന്നാലും പഠിച്ചവൻ്റെത് എങ്ങനെ എനിക്ക് പറയാൻ പറ്റൂലല്ലോ. ഐഷുമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്തയായിരുന്നു. സൗദിയെ എവിടെ നിർത്തണോ, അതോ അവളുടെ ഉപ്പാൻ്റെ കൂടെയും അവളുടെ എളാമാൻ്റെ കൂടെയും പറഞ്ഞേക്കണോ റബ്ബേ? ഐഷുമ്മയുടെ മനസ്സിലെ ആ ഒരു ചിന്ത അതായിരുന്നു. എന്തായിരിക്കും ഐഷുമ്മ തീരുമാനിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എന്താണ് ഇഷ്ടം? അത് സൗദ അവിടെ നിൽക്കണോ, അതോ അവളുടെ ഉപ്പയുടെ കൂടെ വീട്ടിലേക്ക് പോകണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറിയിൽ ഇന്നലെ എന്തൊക്കെ പേരുകൾ മാറി, അതുപോലെ തന്നെ പറഞ്ഞത് വീണ്ടും പറഞ്ഞു എന്നുള്ളതിൻ്റെ കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ വായിച്ചു. ഇൻഷാ അല്ലാ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതൊരിക്കലും കരുതി കൂട്ടി വരില്ല. നമ്മളിങ്ങനെ കഥകളിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അറിയാതെ ആയി പോകേണ്ടത്, അതുപോലെ തന്നെ പേരുകൾ മാറുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതായത് സഫറിലെ അവസാനത്തെ ബുധനാണ്, ഒരുപാട് നഴ്സുകളൊക്കെ ഇറങ്ങുന്ന ദിവസം എന്നൊക്കെ ഉസ്താദ്മാരുടെ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടിന് തൊട്ടും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.